ദിവസങ്ങൾ അങ്ങനെയല്ലേ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ സന്തോഷങ്ങൾ കയറി വരുന്ന ചില ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ അന്ന്. ഈവനിങ് ആയപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് വിളിച്ചായിരുന്നു, നിങ്ങളെ വീട്ടിലുണ്ടോ ചോദിച്ചിട്ട്. അങ്ങനെ ഇവർ ആമീനെ കാണാൻ വന്നത്. ആമിക്ക് കുറേ ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഡാൻസ് ക്ലാസ്സിലായിരുന്നു. അപ്പച്ചേട്ടൻ പറഞ്ഞു, ദേ അവർ വരുന്നുണ്ട്, വേഗം വായോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ പിന്നെ വർത്താനം പറഞ്ഞു തുടങ്ങി കേട്ടോ. ഇതാണ് നീരു. ഒരു സൈഡിൽ പോയി ഐസ്ക്രീം കഴിക്കുന്നുണ്ടായി, എന്തോ ഒരു ക്യൂട്ട് എക്സ്പ്രഷൻസ് കഴിക്കുന്നു പറഞ്ഞതിനാണ് അവൻ ഈ കാണിക്കുന്നത്. ഇതാണ് കേട്ടോ ആദൂട്ടി. അവർ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുക. ആദൂൻ്റെ കൈമ നോക്കി ആമിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റിൻ്റെ ടാഗാണ്. അപ്പോൾ അവൾക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട് അവളത് കൈമ കെട്ടി നടക്കുന്നത് കേട്ടോ. പിള്ളേർക്ക് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളല്ലേ വേണ്ടു. അപ്പോൾ അതേ അവർ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുക. 1 2 3 എന്നൊക്കെ പറഞ്ഞിരുന്ന് എണ്ണി ആമി ആദ്യം ഒളിക്കുന്നു. അങ്ങനെ കണ്ടുപിടിക്കലൊക്കെയാണ് അവരുടെ കളികൾ. ഞങ്ങൾ 4 പേരും അവിടെ വർത്താനം പറഞ്ഞിരിക്കുക കേട്ടോ. ഞങ്ങളൊരു 7:30 മുതൽ 9:30 വരെ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ കൂടിയിട്ട്. അതിൻ്റെയാണ് ഈ എക്സൈറ്റ്മെൻ്റ് എല്ലാം. അങ്ങനെ പറഞ്ഞു പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. കാറിലിരുന്നിട്ടാണ് ഇങ്ങോട്ട് പോകേണ്ടതെന്ന് തന്നെ ചിന്തിച്ചത്. അപ്പോൾ പിള്ളേർക്ക് ഷോബയിലേക്ക് പോയാൽ മതി. അപ്പോൾ പിന്നെ ഷോബയിലേക്ക് തന്നെ 45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് ഫുഡ് അവിടെ പോയി കിട്ടുമോ, അതൊക്കെ ക്ലോസ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ വേറെ ഓപ്ഷൻസ് സൈഡിൽ കൂടെ വെക്കുന്നുണ്ട് ഇവിടേക്ക് പോകും. പക്ഷെ അവിടേക്ക് പോയാൽ മതി എന്നുള്ള പിള്ളേരെ വാശി കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇല്ലെങ്കിൽ ചെന്നൈയിൽ അത്യാവശ്യം ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ കൂടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അഭിചേട്ടൻ അങ്ങനെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതിനോട് വലിയ താല്പര്യമുള്ള ആളല്ല. അപ്പോൾ എൻ്റെ അടുത്ത് സില്ലിയ അന്ന് ഞങ്ങൾ സംസാരത്തിൻ്റെ ഇടയിൽ മാക്ഡീലിൻ്റെ മഹാരാജ ബർഗർ നല്ല ടേസ്റ്റാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ എനിക്കിത് തന്നെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു എനിക്ക് അത് മതി, വേറൊരു ഓപ്ഷനും വേറെ. പിള്ളേർക്ക് പീസ പറഞ്ഞു, ആമി വേഫിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ അവിടെ നിന്ന് കിട്ടിയ ബലൂൺ വെച്ച് കളിയായി. നീരോടെ കിടന്ന് ഓടുന്നുണ്ട്. പിള്ളേരൊക്കെ നല്ല വൈബായിട്ട് അടിച്ചു പൊളിച്ചു കേട്ടോ. ഞങ്ങളും ഞങ്ങളുടെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോഴേക്കും ഫുഡ് വന്നു. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വേഗം ഫുഡൊക്കെ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വേഗം കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ താരം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആ ബർഗർ കഴിക്കുന്ന ഒരു ഹെവിനെസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല. സാധാരണ ബർഗർ കഴിച്ച് കഴിഞ്ഞാൽ ഒരു കുറ്റബോധ, ഇനി ഞാൻ കഴിക്കില്ല കുറച്ച് നാളത്തേക്ക് ബർഗർ, മടുത്തു എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് കഴിച്ചപ്പോൾ അങ്ങനത്തെ ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. അതെ ആമിയുടെ ഫേവറേറ്റ് വേഫിൾസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആമി അത് കഴിച്ചു. ദ ലാസ്റ്റ് പീസ് ഓഫ് വേഫിൾസിന് വേണ്ടിയിട്ട് ചേട്ടനെ നീത്തിയും കൂടി ഇരുന്ന് കാണിക്കുന്നതാട്ടോ ഈ കാണുന്നത്. അങ്ങനെ പിള്ളേരെല്ലാവരും കൂടെ തിരിച്ചിറങ്ങി. അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ഞങ്ങളെ ദയനീയമായി നോക്കണ്ടുണ്ടെന്ന് എഴുന്നേറ്റ് പോകുന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടുന്ന് വേഗം സ്ഥലം കലിയിക്കുക. അപ്പോൾ നീരുവിൻ്റെ അടുത്ത് പരാതി പറയാസില്ല, നിൻ്റെ ഡ്രസ്സിലില്ലാത്തതൊന്നുമില്ല. ഐസ്ക്രീം, പീറ്റ്സ, ബർഗർ എല്ലാം ഉണ്ട് അവൻ്റെ ഡ്രസ്സിൽ. കുറേ പാപ്പട്രോൾ പട്ടിക്കുട്ടികളുണ്ട്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടോ. അങ്ങനെ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ പോയി കുറച്ച് നേരം അവിടെ വന്നിരുന്നു വർത്താനം പറഞ്ഞത്. ആദ്യം ക്ഷീണിച്ച് പിള്ളേരെ കൂടെ ഓടിയിട്ട് അങ്ങനെ അവർ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഞങ്ങൾ പോന്നു. ഇന്നത്തെ ഒരു ഹാപ്പി ഈവനിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത്, ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ.